നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ എന്താണ് അട്രാക്റ്റീവായിട്ട് കണ്ടതെന്ന് നോക്കിയാലോ? എന്താണ് ആ ഘടകം? എന്തോ ഒരു കാര്യം ഇവരെ ആകർഷിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ അടുത്തേക്ക്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കാർഡ്സ് ഷഫിൾഡാണ് കേട്ടോ. ഓക്കെ, നിങ്ങളൊരു പുതിയ തുടക്കത്തിന് ഒന്നും ഭയപ്പെടാത്ത ഒരാളാണ് കേട്ടോ. എന്ത് പുതിയ കാര്യവും പഠിക്കാനും റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാനും ന്യൂ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ധൈര്യമുണ്ട്. ആ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, അത് ഇവർക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയോട് കാണിക്കുന്ന അഫിനിറ്റി ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, എന്ത് തന്നെ ആയിരിക്കാം, നിങ്ങളുടെ പാരൻസിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോട്, എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിരിക്കാം, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്നേഹം, ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എന്ന് പറയില്ലേ, എല്ലാവരെയും ഒത്തു കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങൾ എല്ലാവരെയും ഒന്നിച്ച്, വഴക്കില്ലാതെ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. ആ ഒരു എന്താ പറയുക, ലവ് ആൻഡ് സപ്പോർട്ട് നിങ്ങൾ ചെയ്യാറുണ്ട്. അത് ഇവർക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്കുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ ഒരുപാട് എന്താ പറയുക, ദൈവത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അത് കാണുമ്പോൾ ഇവർ വിചാരിക്കുന്ന ഇതുപോലെ ഒരാൾ എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ അത് എൻ്റെയും ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് ഇവർ വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് തെറ്റ് കണ്ടാൽ നിങ്ങൾ ഓപ്പണായിട്ട് അത് പറയും. ഓക്കെ, അതുപോലെ നിങ്ങളുടെ തെറ്റാണെങ്കിൽ നിങ്ങൾ മാപ്പ് ചോദിക്കാനും മടി കാണിക്കാറില്ല. ഓക്കെ, അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് ഉള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ. അതുകൊണ്ട് അത് ഇവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ട്, നല്ലൊരു ക്യാരക്ടറാണല്ലോ എന്നുള്ളത് വളരെ ഇവരെ ആകർഷിച്ചു. ആ ഒരു ക്യാരക്ടർ ഇവരെ വളരെയധികം ആകർഷിച്ചു. ഓക്കെ, അതുപോലെ ആംബിഷ്യസ് ആണ്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പെർസ്യൂ ചെയ്യാനൊക്കെ ഒന്ന് അച്ചീവ് ചെയ്തു അവിടെ നിർത്തില്ല. നിങ്ങൾ അതിൻ്റെ അടുത്ത പടി എന്താണ് എന്ന് ആലോചിച്ച്, ഇപ്പോൾ കരിയറിലൊക്കെ ആയിരിക്കാം, ഒരു പ്രൊമോഷൻ കിട്ടി, നിങ്ങൾ അവിടെ നിർത്തില്ല. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, പഠിത്തത്തിലാവട്ടെ, ഒരു റാങ്ക് കിട്ടി, നിങ്ങൾ അതിനും മേലെ അടുത്ത പ്രാവശ്യം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾ വളരെ നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ സംസാരം വളരെ ആകർഷണീയമായിരിക്കും. ഓക്കെ, നിങ്ങൾ ചുറ്റുമുള്ളവരത് കേട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അത് ഇവരെയും ആകർഷിക്കാറുണ്ട് കേട്ടോ.